ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഗാലക്റ്റിക് ബണ്ടിലിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെന്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതൊക്കെ ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലെ അപ്ഡേറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു പുതിയ MB5 റിംഗ് ഇവന്റും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറൊരു റിംഗ് ഇവന്റും വരുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു റിംഗ് ഇവന്റ്. അപ്പോൾ ഇതിനെ കുറിച്ചായിരിക്കും ഈ ഒരു വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ റിംഗ് ഇവന്റിനെ പറ്റിയാണ്. ഇവിടെ കാണുന്നതാണ് ആ റിംഗ് ഇവന്റിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള റിവാർഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ MB5 ആണ്. ഇവിടെ കാണുന്ന ഈ ഒരു ക്യാരറ്റിന്റെ ഷേപ്പിൽ വരുന്ന ഈ ഒരു MB5 ആണ് നമ്മുടെ മെയിൻ റിവാർഡായിട്ട് വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു MB5ന്റെ സ്കിന്നാണിത്. അതോടൊപ്പം ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ റീലോഡ് സ്പീഡ്, അതോടൊപ്പം ആക്യുറസിയാണ് മൈനസ് ആയിട്ട് വരുന്നത്. അടുത്ത ഗണ്ണ് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കോഡിന്റെ സ്കിന്നാണ്. ഇവിടെ കാണുന്നതാണ് ആ കോഡിന്റെ സ്കിന്ന് വരുന്നത്. ഇത് ഒരു നോർമൽ ആയിട്ടുള്ള സ്കിന്നാണെന്നേ പറയാൻ പറ്റുള്ളൂ. കോഡിന്റെ സ്കിൻ ആണെങ്കിൽ അത്രയ്ക്കും നമ്മുടെ ഗെയിമിലൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ ഈ ഒരു സ്കിൻ എടുത്ത് വെച്ചിരിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത സ്കിൻ നോക്കുവാണെങ്കിൽ നമ്മുടെ MB5 ആണ് വരുന്നത്. ഈ ഒരു സ്കിന്നിന്റെ പേര് നോക്കുവാണെങ്കിൽ മെറ്റാലാവ എന്നാണ്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം നല്ല ആട്രിബ്യൂട്ട്സും വരുന്നുണ്ട്. അടുത്ത ഗൺ സ്കിൻ നോക്കുവാണെങ്കിൽ വീണ്ടും ഒരു കോഡിന്റെ സ്കിന്നാണ്. നേരത്തെ കാണിച്ച അതേ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്കിന്നാണ് വീണ്ടും വന്നിരിക്കുന്നത്. ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്കിന്നാണിത്. അപ്പോൾ ഈ ഒരു റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് അടുത്ത ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഡേറ്റിംഗ് കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. കൺഫേം ആകുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഏതാണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗാലക്റ്റിക് ബണ്ണി ബണ്ടിലിന്റെ അപ്ഡേറ്റ് ആണ്. ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ വരും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ വന്നില്ല. എന്നാൽ ഈ ഒരു ഗാലക്റ്റിക് ബണ്ണി ബണ്ടിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നു എന്നതിന്റെ പോസിബിൾ ഡേറ്റിംഗ് കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പോസിബിൾ ഡേറ്റ് നോക്കുവാണെങ്കിൽ 2 പോസിബിൾ ഡേറ്റ് ആണ് ഉള്ളത്. ഒന്നാണെങ്കിൽ നമ്മുടെ ദീപാവലിയുടെ പീക്ക് ഡേ, ആ ടൈമിലായിരിക്കും ഈ ഒരു ഗാലക്റ്റിക് ബണ്ണി ബണ്ടിലിന്റെ ഇവന്റ് വരാൻ പോകുന്നത്. എന്നാൽ അന്ന് വന്നില്ലെങ്കിൽ ഒക്ടോബർ 28-ാം തീയതി ആയിരിക്കും വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. OB51 അപ്ഡേറ്റ് വരുന്നത് ഒക്ടോബർ 29-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഗാലക്റ്റിക് ബണ്ണി ബണ്ടിൽ വരുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ പറയാൻ ഡേറ്റും കാര്യങ്ങളും കൺഫേം ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും അല്ല. ഇത് നമ്മുടെ ഡേറ്റ മൈനേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ്. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ കൺഫേം ആണ്, നമ്മുടെ ടോക്കൺ ടവർ ഇവന്റ് വഴിയായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വേറെയും കുറേ ബണ്ണി ബണ്ടിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഏതൊക്കെ ബണ്ണി ബണ്ടിൽസ് ആണെന്നൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ഇനി ഏതൊക്കെ ബണ്ണി ബണ്ടിലാണ് റിട്ടേൺ വരാൻ പോകുന്നത്, അതോടൊപ്പം ഏതൊക്കെ ഡേറ്റിലാണ് നമ്മുടെ ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഒക്ടോബർ മാസം തന്നെ ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിൽ വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബണ്ണി ബണ്ടിലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന യൂണിവേഴ്സൽ റിംഗ് ഇവന്റിനെ പറ്റിയാണ്. ഇവിടെ കാണുന്ന ഈ ഒരു റിംഗ് ഇവന്റ് ആയിരിക്കും നമ്മുടെ യൂണിവേഴ്സൽ റിംഗ് ഇവന്റ് ആയിട്ട് അടുത്തായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. 16-ാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു റിംഗ് ഇവന്റ് വരുന്നത്. ഫസ്റ്റത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ വോൾക്കാനോ മൈറ്റ് ബണ്ടിൽ എന്നാണ്. മെയിൻ ആയിട്ട് 4 ബണ്ടിൽസ് ആണ് ഈ ഒരു റിംഗ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. രണ്ടാമത്തെ ബണ്ടിൽ വരുന്നത് മാഗ്മ ബോൺ ബണ്ടിൽ എന്നാണ്. പിന്നെ വരുന്നത് ഗ്രിസ്ലി ബോൺ ബണ്ടിലും മേനിക് മഹാരാജ ബണ്ടിലും ആണ്. അപ്പോൾ ഈ 4 ബണ്ടിലായിരിക്കും നമ്മുടെ അടുത്ത റിംഗ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. അപ്പോൾ ഈ റിംഗ് ഇവന്റ് 16-ാം തീയതി ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത്. ഗൈസ്, അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു മാജിക് ക്യൂബ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ആ മാജിക് ക്യൂബ് കിട്ടുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ചെറിയ ചെറിയ മിഷൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു മാജിക് ക്യൂബ് കിട്ടുന്നത്. ഓഗസ്റ്റ് 22-ാം തീയതി മുതൽ ഓഗസ്റ്റ് 28-ാം തീയതി വരെ ആയിരിക്കും ഈ മിഷൻസും കാര്യങ്ങളും നമ്മൾ ഗെയിമിൽ കാണുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാവരും മാക്സിമം ക്ലൈം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിലും അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ പുതിയതായിട്ട് ആഡാക്കാൻ പോവുകയാണ്. അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണാനാണെങ്കിലും കുഴപ്പമില്ലാത്ത ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഷാഡോ സ്ട്രൈക്കർ ബണ്ടിലാണ്. എനിക്ക് തോന്നുന്നു ഈ ബണ്ടിൽ നമ്മളെ ഗോൾഡ് റോയൽ വഴി വന്ന ബണ്ടിലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ബണ്ടിൽ എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു ബണ്ടിലാണ്. ഈ ബണ്ടിൽ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോവുകയാണ്. ഈ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ബണ്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഈ ബണ്ടിലില്ല, നിങ്ങൾക്ക് മാജിക് ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ബണ്ടിലാണ് നമ്മുടെ ഡോക്ടർ ബണ്ടിൽ. ആ ഒരു ബണ്ടിൽ ഇപ്പോൾ നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. വേറെ സെർവറുകളിലാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ നേരത്തെ തന്നെ വന്നതാണ്. നമ്മുടെ ആനിവേഴ്സറി ടൈമിലും അതോടൊപ്പം ന്യൂ ഇയറിന്റെ ടൈമിലൊക്കെ ആയിട്ട് വന്നതാണ്. എന്നാൽ അവസാനം ഇന്ത്യ സെർവറിൽ ഈ ഒരു ബണ്ടിൽ വരാൻ പോവുകയാണ്. അതിപ്പോൾ 100% കൺഫേം ആയിട്ടുണ്ട്. പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഡൗൺലൈറ്റ് ഹിറ്റ്മാൻ ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിൽ നമ്മുടെ ഗെയിമിൽ മുൻപ് വന്നിട്ടുള്ള ഒരു ബണ്ടിലാണ്. എങ്ങനെയാണ് വന്നതെന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇത് നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ബണ്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ബണ്ടിൽസ് ആണ് നമ്മുടെ അടുത്ത മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോകുന്ന ബണ്ടിൽസ്. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.